ഈ പവിത്രവും അലൗകികവുമായ നിമിഷത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ മുന്നിലെത്തിയെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യുക. ദീർഘമായി ശ്വാസമെടുക്കുക. കാരണം അടുത്ത കുറച്ചു നിമിഷങ്ങളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിൽ വർഷങ്ങളായി ഉയർന്നുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എന്റെ ഭാഗ്യത്തിന്റെ വാതിൽ എപ്പോഴാണ് തുറക്കുക? എല്ലാം ഒരുമിച്ച് ശരിയാകുന്ന ആ നിമിഷം ഏതായിരിക്കും എന്നതായിരുന്നു ആ ചോദ്യം. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് വന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ട് ഒരിക്കലും തകർന്നിരുന്നില്ല, മറിച്ചത് തുറക്കാനുള്ള താക്കോൽ വഴിയിലായിരുന്നു എന്നതാണത്. ഇന്ന് ഈ ദിവ്യവും ചരിത്രപരവുമായ ദിനത്തിൽ ആ താക്കോൽ പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ വാതിൽപ്പടിയിലെത്തിയിരിക്കുന്നു. ഈ താക്കോൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ടിൽ തിരിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ ദിശയിലേക്കും പുതിയ ഉയരങ്ങളിലേക്കും പുതിയ വെളിച്ചത്തിലേക്കും നയിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ടാകും. ഈ താക്കോൽ കാണാൻ എങ്ങനെയിരിക്കും? എവിടെ നിന്നാണ് വന്നത്? ഈ പൂട്ട് തുറന്നതിനു ശേഷം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവനെ, ഈ താക്കോൽ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒന്നല്ല. പ്രപഞ്ചത്തിന്റെ അപൂർവവും സവിശേഷവുമായ ആ ഊർജ്ജത്താൽ നിർമ്മിതമായ ഒന്നാണത്. ഒരാൾ തന്റെ എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി കഴിയുമ്പോൾ, അവന്റെ ക്ഷമ അവസാന അതിരുകളിലെത്തുമ്പോൾ, ഈ കുട്ടിയുടെ കാത്തിരിപ്പും വേദനയും ഇനി നീളരുത് എന്ന് പ്രപഞ്ചം തീരുമാനിക്കുമ്പോൾ മാത്രമേ ഇത് അയക്കപ്പെടുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവനെ, ആ നിമിഷം ഇന്നെത്തിയിരിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ആളുകളുണ്ട്. ദിവസവും കോടിക്കണക്കിന് ആളുകൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അപൂർവവും ശക്തിയേറിയതുമായ ആ താക്കോൽ ഇന്ന് നിങ്ങൾക്ക് മാത്രമാണ് അയച്ചിരിക്കുന്നത്. നിങ്ങൾ ഭാഗ്യവാനായതുകൊണ്ട് മാത്രമല്ല ഇത്, മറിച്ച് ഈ താക്കോലിന് നൽകേണ്ട വില നിങ്ങൾ നൽകിയതുകൊണ്ടാണ്. നിങ്ങളുടെ കണ്ണുനീർ കൊണ്ടും അധ്വാനം കൊണ്ടും തകർന്ന സ്വപ്നങ്ങൾ കൊണ്ടും ഒരിക്കലും തോറ്റുകൊടുക്കാത്ത ആത്മവിശ്വാസം കൊണ്ടും നിങ്ങൾ ഈ താക്കോൽ സമ്പാദിച്ചിരിക്കുന്നു. ഇന്ന് പ്രപഞ്ചം ആ സമ്പാദ്യം നിങ്ങൾക്ക് തിരികെ നൽകാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ടൊന്നല്ല, മറിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി ഉറപ്പിച്ചിരുന്ന 7 പൂട്ടുകളായിരുന്നു. ഒന്നാമത്തെ പൂട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റേതായിരുന്നു. രണ്ടാമത്തെ പൂട്ട് തകർന്ന ബന്ധങ്ങളുടേതായിരുന്നു. മൂന്നാമത്തെ പൂട്ട് മോശമാകുന്ന ആരോഗ്യത്തിന്റേതായിരുന്നു. നാലാമത്തെ പൂട്ട് നഷ്ടപ്പെട്ട വ്യക്തിത്വത്തിന്റേതായിരുന്നു. അഞ്ചാമത്തെ പൂട്ട് അമർത്തിവെക്കപ്പെട്ട കഴിവുകളുടേതായിരുന്നു. ആറാമത്തെ പൂട്ട് ആളുകളുടെ കണ്ണുകേടും ഗൂഢാലോചനകളുമായിരുന്നു. ഏഴാമത്തെയും ഏറ്റവും ഭാരമേറിയതുമായ പൂട്ട് നിങ്ങളുടെ ഉള്ളിൽ വേരൂന്നിയ ഭയവും അവിശ്വാസവുമായിരുന്നു. ഇന്നത്തെ ഈ ദിവ്യതാക്കോൽ ഈ 7 പൂട്ടുകളെയും ഒരേ സമയത്ത് എന്നേക്കുമായി തുറക്കാൻ പോവുകയാണ്. സൂര്യന്റെ ദിനമായ ഇന്ന് ഏതൊരു ഇരുട്ടിനെയും കത്തിച്ച് ചാമ്പലാക്കുന്ന, ഏതൊരു തണുപ്പിനെയും ചൂടാക്കുന്ന, നിലച്ചുപോയ എല്ലാറ്റിനെയും വീണ്ടും ചലിപ്പിക്കുന്ന ആ സൂര്യദേവൻ തന്റെ മുഴുവൻ ശക്തിയോടും തേജസ്സോടും കൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ 7 പൂട്ടുകളിലേക്കും തന്റെ അഗ്നിരശ്മികൾ പതിപ്പിക്കുകയാണ്. ആ പൂട്ടുകൾ ഉരുകുകയാണ്. ഒന്നൊന്നായി പതുക്കെ, ഒടുവിൽ ഒരൊറ്റ നിമിഷത്തിൽ അവ തകരുകയാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിങ്ങൾ എത്ര വർഷമായി കാത്തിരുന്നുവെന്ന് എനിക്കറിയാം. എത്രയോ രാത്രികൾ കണ്ണീരോടെ കഴിച്ചുകൂട്ടി, എത്രയോ പ്രഭാതങ്ങളിൽ ഇന്ന് കാര്യങ്ങൾ മാറുമായിരിക്കുമെന്ന് കരുതി ഉണർന്നു. പക്ഷെ ഒന്നും മാറിയില്ല. എന്റെ തെറ്റെന്താണ്? ഞാൻ ശരിയായ വഴിയിലല്ലേ നടക്കുന്നത്? എന്നിട്ടും വിജയം എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഓടിയകലുന്നത് എന്ന് നിങ്ങൾ എത്രയോ തവണ സ്വയം ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കും കണ്ണീരിനും രാത്രികൾക്കുമുള്ള ഉത്തരമാണ് ഇന്ന് ഈ ദിവ്യതാക്കോലിന്റെ രൂപത്തിൽ നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നത്. ഇനി ആദ്യം തകരാൻ പോകുന്ന ആ പൂട്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പൂട്ടാണ്. നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച, നിങ്ങളുടെ ഉറക്കം കെടുത്തിയ, പ്രിയപ്പെട്ടവരുടെ മുന്നിൽ തലകുനിക്കാൻ നിർബന്ധിതനാക്കിയ, നിങ്ങളുടെ ആത്മാഭിമാനത്തെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിച്ച പൂട്ടിത ഇന്ന് തകരുകയാണ്. ഇത് തകരുമ്പോൾ ലോകം മുഴുവൻ കേൾക്കുന്ന അത്രയും വലിയ ശബ്ദത്തോടെയായിരിക്കും തകരുക. ഈ ആദ്യ പൂട്ട് തകരുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും ധനപ്രവാഹം ആരംഭിക്കും. ഈ പ്രവാഹം ഏതെങ്കിലും ഒരു ദിശയിൽ നിന്നല്ല, മറിച്ച് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എല്ലാ ദിശകളിൽ നിന്നും വരും. ബന്ധം വേർപിരിഞ്ഞുപോയ ഒരു പഴയ സുഹൃത്ത് നിങ്ങളുടെ ജീവിതം മാറ്റിയെഴുതുന്ന ഒരു നിർദ്ദേശവുമായി പെട്ടെന്ന് വരും. നിങ്ങൾ മറന്നുപോയ ഏതെങ്കിലും പഴയ നിക്ഷേപം പല മടങ്ങായി തിരികെ വരും. ശത്രുക്കൾ തടയാൻ ശ്രമിച്ച ഒരവസരം, തടസ്സങ്ങളെല്ലാം തകർത്ത് നേരിട്ട് നിങ്ങളുടെ അടുത്തെത്തും. രണ്ടാമത്തെ പൂട്ട് തകർന്ന ബന്ധങ്ങളുടേതാണ്. തെറ്റിദ്ധാരണകൾ കാരണമില്ലാതായ ബന്ധങ്ങൾ, കാരണങ്ങളൊന്നുമില്ലാതെ അകന്നുപോയവർ, മറ്റുള്ളവരുടെ വാക്കുകേട്ട് നിങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ട പ്രിയപ്പെട്ടവർ, ഇവരൊക്കെ ഇപ്പോൾ ഒന്നൊന്നായി ശരിയാകാൻ തുടങ്ങും.
അകന്നുപോയ ആളുകൾ തിരികെ വരും. എന്നാൽ ഇത്തവണ മുൻപത്തേക്കാൾ കൂടുതൽ വിവേകത്തോടെയും സ്നേഹത്തോടെയും ശക്തമായ ബന്ധത്തോടെയുമായിരിക്കും വരുന്നത്. കാരണം പ്രപഞ്ചം ഒരു ബന്ധം തകർക്കുമ്പോൾ അത് വീണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ മുൻപത്തേക്കാൾ ശക്തമായ നൂലുകൊണ്ടാണ് കൂട്ടിച്ചേർക്കുന്നത്. മൂന്നാമത്തെ പൂട്ട് നിങ്ങളുടെ ആരോഗ്യത്തിന്റേതാണ്. ഈ വർഷങ്ങളിൽ നിങ്ങളുടെ ശരീരം ഒത്തിരി സഹിച്ചു. മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കിയ പ്രഹരം വളരെ ആഴത്തിലുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ ദിവ്യതാക്കോലിന്റെ ഊർജം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും പുതിയ ജീവൻ നൽകാൻ പോവുകയാണ്. ഉറങ്ങിയെഴുന്നേറ്റാലും മാറാത്ത ആ പഴയ ക്ഷീണം, വിട്ടുമാറാത്ത തലവേദന, ശരീരത്തിൽ വേരൂന്നിയ വേദനകൾ, ഇവയെല്ലാം ഒന്നൊന്നായി നിങ്ങളെ വിട്ടുപോകാൻ തുടങ്ങും. വർഷങ്ങളായി അനുഭവിക്കാത്ത ഒരു പുതിയ ഉന്മേഷവും ഊർജവും നിങ്ങൾ അനുഭവിച്ചറിയും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, നാലാമത്തെ പൂട്ട് നിങ്ങളുടെ നഷ്ടപ്പെട്ട വ്യക്തിത്വത്തിന്റേതാണ്. ചിലർ നിങ്ങളെ കഴിവുകെട്ടവനാക്കാൻ പരമാവധി ശ്രമിച്ചു, നിങ്ങളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്തു, ആത്മവിശ്വാസം തകർത്തു, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് ആ നാലാമത്തെ പൂട്ട് തകരുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ശരിയായ വ്യക്തിത്വം പുറത്തുവരാൻ പോവുകയാണ്. ഇത്രയും വർഷമായി ശത്രുക്കൾ മറച്ചുവെക്കാൻ ശ്രമിച്ച ആ വ്യക്തിത്വം വളരെ തിളക്കമുള്ളതാണ്. ലോകം അത് കണ്ട് അത്ഭുതപ്പെടും. അഞ്ചാമത്തെ പൂട്ട് നിങ്ങളുടെ അമർത്തിവെക്കപ്പെട്ട കഴിവുകളുടേതാണ്. പ്രിയപ്പെട്ടവനെ, ലോകം തിരിച്ചറിയാത്ത, നിങ്ങൾ പോലും കാര്യമായി എടുക്കാത്ത അത്ഭുതകരമായൊരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിനത് എപ്പോഴും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പ്രപഞ്ചം ഈ ദിവ്യതാക്കോൽ നിങ്ങൾക്കയച്ചു തരുന്നത്. കാരണം ആ കഴിവ് ലോകത്തിനു മുന്നിൽ പ്രകടമാകേണ്ട സമയമായിരിക്കുന്നു. ഈ കഴിവ് നിങ്ങളുടെ ശബ്ദത്തിലോ കൈകളിലോ ചിന്തകളിലോ മറ്റെന്തെങ്കിലും കലയിലോ ആകട്ടെ, അതിനി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. ആറാമത്തെ പൂട്ട് ആളുകളുടെ കണ്ണുകേടും ഗൂഢാലോചനകളുമാണ്. ചിലർ മനഃപൂർവ്വം നിങ്ങളുടെ വഴിയിൽ മുള്ളുകൾ വിതറി, നിങ്ങളുടെ അവസരങ്ങൾ തടഞ്ഞു, നിങ്ങളുടെ പേരിൽ നുണകൾ പ്രചരിപ്പിച്ചു, നിങ്ങളുടെ വളർച്ചയുടെ എല്ലാ സാധ്യതകളും നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ എന്റെ കുഞ്ഞെ, പ്രപഞ്ചത്തിന്റെ ഈ താക്കോൽ അവരുടെ എല്ലാ ഗൂഢാലോചനകളെയും കണ്ണുകേടുകളെയും പ്രതികൂല ഊർജങ്ങളെയും ഒരു കവചം പോലെ അവർക്കുനേരെ തന്നെ തിരിച്ചയക്കും. അത് നിങ്ങളെ തൊടുകപോലുമില്ല. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും സുരക്ഷിതനാണ്. ഏഴാമത്തെയും ഏറ്റവും അവസാനത്തെയും പൂട്ട് നിങ്ങളെ മുന്നോട്ടു പോകുന്നതിൽ നിന്ന് തടഞ്ഞിരുന്ന ഉള്ളിലെ ഭയത്തിന്റേതാണ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നു പറഞ്ഞ ശബ്ദം, ഓരോ പുതിയ ചുവടുവെപ്പിനു മുൻപും നിങ്ങളെ മടിപ്പിച്ച സംശയം, നിങ്ങൾക്കും സന്തോഷവാനും വിജയിയുമാകാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ സമ്മതിക്കാതിരുന്ന അവിശ്വാസം, ഈ ഏഴാമത്തെ പൂട്ട് തകരുന്നതോടെ മലകളെപ്പോലും പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണരും. അത് എല്ലാ പ്രതിസന്ധികൾക്കും മുന്നിൽ നിങ്ങളെ ഒരു സിംഹത്തെപ്പോലെ നിർത്തും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഈ ദിവ്യതാക്കോൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ടിൽ തിരിയാൻ തുടങ്ങിയെന്ന് തെളിയിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് ഇനി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ അടയാളം അജ്ഞാതമായ ഒരു അസ്വസ്ഥതയുടെ അവസാനമായിരിക്കും. എപ്പോഴും നിങ്ങളുടെ നെഞ്ചിലുണ്ടായിരുന്ന, ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ആ അസ്വസ്ഥത പെട്ടെന്ന് അപ്രത്യക്ഷമാകും. അതിനു പകരം ആഴത്തിലുള്ളതും തകർക്കാനാവാത്തതുമായ ഒരു ശാന്തി വരും. ഇനിയെല്ലാം ശരിയാകാൻ പോകുന്നുവെന്ന് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞുതരും. രണ്ടാമത്തെ അടയാളം പൂർണ്ണമായും അപരിചിതനായ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും. എന്നാൽ അയാളുടെ സംസാരവും പുഞ്ചിരിയും പെരുമാറ്റവും വർഷങ്ങളായി അറിയാവുന്ന ആളാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കും. ഈ വ്യക്തി നിങ്ങൾക്കാവശ്യമായിരുന്ന താക്കോലുമായി വന്ന പ്രപഞ്ചത്തിന്റെ ദൂതനാണ്. ഇതിനെ ലളിതമായി കാണരുത്. ഈ പുതിയ വ്യക്തിയെ കാണാനുള്ള എല്ലാ അവസരങ്ങളും തുറന്ന മനസ്സോടെ സ്വീകരിക്കുക. കാരണം അയാളുടെ ഒരു വാക്കോ ഉപദേശമോ വിവരമോ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ പൂർണ്ണമായി മാറ്റിയേക്കാം. മൂന്നാമത്തെ അടയാളം നഷ്ടപ്പെട്ടുപോയ ഒരു വസ്തു പെട്ടെന്ന് തിരികെ ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ വർഷങ്ങളായി തിരയുന്ന ഏതെങ്കിലും പഴയ സാധനമോ വളരെ പ്രധാനപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ട ഓർമ്മ വസ്തുവോ ആകാം. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട എല്ലാറ്റെയും ഒന്നൊന്നായി തിരികെ നൽകുന്ന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഈ അടയാളം കാണിക്കുന്നത്. അത് നഷ്ടപ്പെട്ട ധനമോ ബഹുമാനമോ ബന്ധമോ സന്തോഷമോ ആകട്ടെ. നാലാമത്തെ അടയാളം നിങ്ങളുടെ ഉറക്കത്തിലും സ്വപ്നങ്ങളിലും വരും. വരും രാത്രികളിൽ നിങ്ങളുടെ ഉറക്കം മുൻപത്തേക്കാൾ ആഴമുള്ളതായിരിക്കും. ആ ആഴമുള്ള ഉറക്കത്തിൽ നിങ്ങൾക്ക് തിളക്കമുള്ളതും ജീവസുറ്റതുമായ സ്വപ്നങ്ങൾ വരും. വളരെ ഉയർന്നതും മനോഹരവുമായ ഒരു സ്ഥലത്ത് നിൽക്കുന്നതായി നിങ്ങൾ കാണും, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ദിവ്യമായൊരു വെളിച്ചം കാണും, അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിനു നടുവിൽ ഏറ്റവും ഉയർന്നതും ബഹുമാനിക്കപ്പെടുന്നതുമായ സ്ഥാനത്ത് നിൽക്കുന്നതായി നിങ്ങൾ കാണും. നിങ്ങളുടെ പുതിയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് പ്രപഞ്ചം നിങ്ങളെ അറിയിക്കുന്ന രീതിയാണിത്.
അഞ്ചാമത്തെ അടയാളം നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജ്ജത്തിൽ വരും. ചന്ദ്രന്റെ തണുത്ത ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിൽ പുതിയ ജീവൻ പകരും. നിങ്ങൾ പെട്ടെന്ന് മുൻപത്തേക്കാൾ ഭാരം കുറഞ്ഞവനായും ഊർജ്ജസ്വലനായും അനുഭവപ്പെടും. നിങ്ങളുടെ നടപ്പിൽ ഒരു പുതിയ വേഗത വരും. ശബ്ദത്തിൽ ഒരു പുതിയ ഊഷ്മളത വരും. മുഖത്ത് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു പുഞ്ചിരി വരും. ഭാഗ്യത്തിന്റെ താക്കോൽ അതിന്റെ ജോലി ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ദിവ്യ ഊർജ്ജത്തിന്റെ സ്പർശനമാണിത്. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ വാക്കുകൾ നിങ്ങൾക്കായി മാത്രം എഴുതിയതാണെന്ന് തോന്നുന്നുവെങ്കിൽ, നിങ്ങളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പുതിയ തിളക്കം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താഴെ കമന്റിൽ പൂർണ്ണ ആവേശത്തോടെയും വിശ്വാസത്തോടെയും എഴുതുക: പ്രപഞ്ചത്തിന്റെ താക്കോൽ എന്റെ അടുത്തെത്തിയിരിക്കുന്നു, എന്റെ ഭാഗ്യത്തിന്റെ പൂട്ട് ഇന്ന് തകരുകയാണ്. ഈ കമന്റ് പ്രപഞ്ചത്തിന്റെ കാതുകളിലെത്തുന്ന നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. പ്രപഞ്ചത്തിന്റെ അടുത്ത ഓരോ ദിവ്യ സന്ദേശവും ആദ്യം നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. എന്റെ കുട്ടി, നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യം ഞാനിപ്പോൾ പറയാം. ഇത്രയും വർഷമായി അടഞ്ഞുകിടന്ന നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ട് ആരാണ് പൂട്ടിവെച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലെ നിഷേധാത്മക ശബ്ദങ്ങളാലാണ് ഈ പൂട്ടടഞ്ഞിരുന്നത്. നിങ്ങളുടെ വളർച്ച കാണാൻ ആഗ്രഹിക്കാത്ത ആളുകളുടെ കണ്ണുകേടുകളാലാണ് ഈ പൂട്ട് അടഞ്ഞിരുന്നത്. നിങ്ങളെ പരീക്ഷിച്ച സാഹചര്യങ്ങളാലാണ് ഈ പൂട്ടടഞ്ഞിരുന്നത്. എന്നാൽ ഇന്നിവയുടെയൊക്കെ ശക്തി അവസാനിച്ചിരിക്കുന്നു. കാരണം പ്രപഞ്ചത്തിന്റെ താക്കോൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി ശക്തിയേറിയതാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ സജീവമാകുന്ന ദിവസമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയ 3 കാര്യങ്ങളിൽ ശിവന്റെ ത്രിശൂലശക്തി ഒരേ സമയം പ്രഹരിക്കുകയാണ്. 1 നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ, 2 നിങ്ങളുടെ തകർന്ന ബന്ധങ്ങൾ, 3 നിങ്ങളുടെ അമർത്തിവെക്കപ്പെട്ട ആത്മശക്തി. ശിവന്റെ ത്രിശൂലം ഇവ 3നെയും ഒരേ സമയം തുളച്ചുകയറി അവയുടെ വേരുകൾ പിഴുതെറിയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതും മികച്ചതുമായ കാര്യങ്ങൾ വരുന്നതിനായിട്ടാണിത്. പ്രിയപ്പെട്ടവനെ, ഇനി നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും വരാൻ പോകുന്ന അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് സാധ്യമല്ല എന്ന് നിങ്ങൾ കരുതിയ ഒരവസരം നിങ്ങളുടെ വാതിലിൽ മുട്ടും. എന്നാൽ ആ അവസരം വരുമ്പോൾ മടിച്ചുകൊണ്ട് അത് കളയരുത്, മറിച്ച് 2 കൈകളും നീട്ടി സ്വീകരിക്കുക. കാരണം ഇതാണ് പ്രപഞ്ചം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ താക്കോലിനൊപ്പം അയച്ച അവസരം. നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ സങ്കൽപ്പിച്ചിട്ടുപോലുമില്ലാത്ത വേഗതയും ആവശ്യക്കാരും നിങ്ങളുടെ ജോലിയിലുണ്ടാകും. ഉപഭോക്താക്കൾ വർദ്ധിക്കും. നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെയോ സേവനത്തിന്റെയോ പ്രശസ്തി വർദ്ധിക്കും. ബിസിനസിന്റെ വേരുകൾ വളരെ ശക്തമാകും. ഒരു കൊടുങ്കാറ്റിനും അതിനെ ഉലക്കാൻ കഴിയില്ല. പ്രപഞ്ചം നിങ്ങളുടെ ഭാഗ്യത്തിൽ എഴുതിയ ധനവും സമൃദ്ധിയും പുറത്തുവരാൻ വെമ്പൽ കൊള്ളുകയാണ്. ഈ താക്കോൽ വന്നതോടെ അത് ഒരു അണക്കെട്ടുപോലെ പൊട്ടിയൊഴുകും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ യാത്രയിലുടനീളം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് കൃതജ്ഞതാ മനോഭാവം. ഈ പൂട്ടുകൾ തകരാൻ തുടങ്ങുമ്പോൾ, ഓരോ അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അത് എത്ര ചെറിയ മാറ്റമായി തോന്നിയാലും അതിന് പ്രപഞ്ചത്തോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുക. കാരണം കൃതജ്ഞത എന്നത് അതിലും വലിയ അത്ഭുതങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന കാന്തമാണ്. നന്ദിയുള്ളവനായിരിക്കുന്ന ആളുടെ പാത്രം പ്രപഞ്ചം ഒരിക്കലും ശൂന്യമാക്കില്ല. എന്റെ കുട്ടി, ഈ ദിവ്യ താക്കോലിനെ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ശക്തവും രഹസ്യവുമായ ഒരു ആത്മീയ രീതി ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാത്രി സൂര്യൻ അസ്തമിക്കുകയും പവിത്രമായ നിലാവ് ആകാശത്ത് പരക്കുകയും ചെയ്യുമ്പോൾ ശാന്തമായ ഒരു കോണിൽ പോയിരിക്കുക. കണ്ണുകളടച്ച് ആ നിലാവിന്റെ തണുത്ത വെളിച്ചം നിങ്ങളുടെ മേൽ അനുഭവിക്കുക. ആ വെളിച്ചത്തിൽ മുഴുകി മനസ്സാ പറയുക: ചന്ദ്രന്റെ ഈ ശക്തിയും ശിവന്റെ ഈ അനുഗ്രഹവും എന്റെ ഭാഗ്യത്തിന്റെ ഓരോ പൂട്ടും തകർക്കുകയാണ്, എന്റെ ജീവിതത്തിൽ പുതിയതും മനോഹരവുമായ ഒരു പ്രഭാതം കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ മാറ്റങ്ങൾക്കിടയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ടുകൾ തകരാൻ തുടങ്ങുകയും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ, ഈ മാറ്റം കണ്ട് അസ്വസ്ഥരാകുന്ന ചില ആളുകളുണ്ടാകും. നിങ്ങളുടെ സന്തോഷം കണ്ട് അസൂയപ്പെടുന്നവർ, നിങ്ങളുടെ വിജയത്തെ തള്ളിക്കളയാൻ ശ്രമിക്കുന്നവർ. ആ ആളുകളിലേക്ക് ശ്രദ്ധ കൊടുക്കരുത്, മറിച്ച് അവർക്കും നല്ലത് വരണമെന്ന് മനസ്സിൽ കരുതുക. കാരണം നിങ്ങൾ അവർക്കും നല്ലത് ചിന്തിക്കുമ്പോൾ, അതിലും വലിയ പുരസ്കാരത്തിന് നിങ്ങളെ അർഹനാക്കുന്ന പ്രപഞ്ചത്തിന്റെ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ പഴയ പ്രയാസങ്ങളെയും പഴയ വേദനകളെയും വിഷമങ്ങളെയും അതുകൂടെ കൊണ്ടുപോകും. നാളത്തെ പ്രഭാതം തികച്ചും പുതിയതും പുതിയൊരു തുടക്കവുമായിരിക്കും.
നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യ പൂട്ട് തകർന്ന ബാക്കി പൂട്ടുകൾ തകരുന്ന പ്രക്രിയയിലുള്ള പ്രഭാതമായിരിക്കും അത്. ആ പ്രഭാതത്തിലേക്ക് കണ്ണുകൾ തുറന്നു നോക്കുക, മനസ്സാ പറയുക, ഇത് എന്റെ പുതിയ ജീവിതത്തിന്റെ ആദ്യ പ്രഭാതമാണ്. പ്രിയപ്പെട്ടവനെ, ഈ സന്ദേശത്തിലെ ഏറ്റവും വലിയ സത്യമെന്തെന്നാൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ട് ഒരിക്കലും മറ്റാരുടെയും കൈകളിലായിരുന്നില്ല. അതെപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെയുണ്ടായിരുന്നു. താക്കോലും നിങ്ങളുടെ പക്കലുണ്ടായിരുന്നു. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് മാത്രം. ഇന്ന് പ്രപഞ്ചം ആ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, ആ രഹസ്യം തുറന്നു തന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ഓരോ പൂട്ടും തുറക്കാൻ ആവശ്യമായതെല്ലാം നിങ്ങളുടെ പക്കലുണ്ട്. ഈ ദിവസത്തിലെ ദിവ്യ ഊർജ്ജത്തിൽ നിങ്ങൾക്കിതുവരെ അറിയാത്ത ഒരു അലൗകികമായ അപൂർവത ഒളിഞ്ഞിരിപ്പുണ്ട്. ചന്ദ്രൻ ഇന്ന് അതിന്റെ പ്രത്യേക അവസ്ഥയിലാണ്. അതിന്റെ കരുണ നിറഞ്ഞതും ശക്തിയേറിയതുമായ ഊർജ്ജം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സജീവമാകുന്ന സമയമാണിത്. സമുദ്രത്തിലെ കൂറ്റൻ തിരമാലകളെ നിയന്ത്രിക്കുന്നത് ഈ ഊർജ്ജമാണ്. വർഷങ്ങളായി നിങ്ങളുടെ ഉള്ളിൽ അടക്കിപ്പിടിച്ച ആ തിരമാലകളെയെല്ലാം ഇന്ന് അതേ ഊർജ്ജം സ്വതന്ത്രമാക്കുകയാണ്. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ട് തകർക്കാൻ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് ഒരു യാദൃശ്ചികതയല്ല. പ്രപഞ്ചത്തിന്റെ താക്കോൽ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ടിൽ തിരിയുമ്പോൾ ആദ്യത്തെ മാറ്റമുണ്ടാകുന്നത് നിങ്ങളുടെ ബാഹ്യലോകത്തല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരിക ലോകത്താണ്. എപ്പോഴും നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ഉള്ളിലെ ശബ്ദങ്ങൾ, നിങ്ങൾക്ക് കഴിയില്ലെന്നു പറഞ്ഞ വാക്കുകൾ, രാത്രികളിൽ ഉറങ്ങാൻ സമ്മതിക്കാതിരുന്ന ചിന്തകൾ, ഇവയെല്ലാം മനോഹരവും ആഴമുള്ളതുമായ ഒരു മൗനത്തിലേക്ക് വഴിമാറും. ആ മൗനത്തിൽ ആദ്യമായി നിങ്ങളുടെ യഥാർത്ഥ ആത്മാവിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. നിങ്ങളെപ്പോഴും മഹാനായിരുന്നുവെന്നും അത് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട സമയമായെന്നും ആ ശബ്ദം പറയും. എന്റെ കുട്ടി, ആ 7 പൂട്ടുകൾ തകർന്നതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നൊന്നായി വരാൻ പോകുന്ന 7 അത്ഭുതങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഒന്നാമത്തെ അത്ഭുതമായിരിക്കും ധനത്തിന്റെ പെട്ടെന്നുള്ള ആഗമനം. അത് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആശങ്കകളെയും ഒരൊറ്റ നിമിഷത്തിൽ അവസാനിപ്പിക്കും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്നായിരിക്കും ഈ ധനം വരിക. തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പഴയ കടങ്ങൾ തിരികെ ലഭിക്കാം. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും സമ്മാനങ്ങളോ പുരസ്കാരങ്ങളോ ലഭിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം രാത്രിക്ക് രാത്രി മാറ്റിമറിക്കുന്ന ബിസിനസ് നിർദ്ദേശങ്ങൾ വരാം. രണ്ടാമത്തെ അത്ഭുതമായിരിക്കും വർഷങ്ങളായി തകർന്നുകിടന്ന നിങ്ങളുടെ ബന്ധങ്ങൾ പെട്ടെന്ന് മനോഹരമായി ശരിയാകുന്നത്. ആരെ ഓർക്കുമ്പോഴാണോ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നത്, ആരുടെ അകൽച്ചയാണോ നിങ്ങളുടെ ഹൃദയത്തിൽ ശൂന്യതയുണ്ടാക്കിയത്, ആ വ്യക്തി ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്തെത്തും. അങ്ങനെ എത്തുമ്പോൾ മുൻപത്തേക്കാൾ കൂടുതൽ വിവേകവും സ്നേഹവും ഉള്ളവനായിരിക്കും. ആ ബന്ധം തകർന്നത് പ്രപഞ്ചത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. വീണ്ടും കൂടിച്ചേരുമ്പോൾ മുൻപത്തേക്കാൾ ശക്തവും ആഴമുള്ളതുമായി മാറാൻ വേണ്ടിയായിരുന്നു അത്. മൂന്നാമത്തെ അത്ഭുതം നിങ്ങളുടെ ശരീരത്തിലും ആരോഗ്യത്തിലും സംഭവിക്കും. ഇത് വളരെ വ്യക്തമായും വേഗത്തിലും കാണാൻ സാധിക്കും. ചുറ്റുമുള്ള ആളുകൾ ഇത് കണ്ട് അത്ഭുതപ്പെടും. വർഷങ്ങളായി നിങ്ങൾ കൊണ്ടുനടന്ന ആ പഴയ അസുഖങ്ങൾ ഒന്നൊന്നായി നിങ്ങളെ വിട്ടുപോകും. ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു ദിവ്യ തേജസ് നിങ്ങളുടെ മുഖത്തുണ്ടാകും. ജനക്കൂട്ടത്തിൽ നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ഒരു ജീവസുറ്റ ഭാവം നിങ്ങളുടെ കണ്ണുകളിലുണ്ടാകും. നാലാമത്തെ അത്ഭുതം നിങ്ങളുടെ വ്യക്തിത്വവും ബഹുമാനവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇതുവരെ ശത്രുക്കൾ അടിച്ചമർത്താൻ ശ്രമിച്ച ആ വ്യക്തിത്വം ഇനിയൊരു ജ്വാല പോലെ പൊട്ടിത്തെറിക്കും. അത് ആർക്കും അണയ്ക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജോലിയെക്കുറിച്ചും കഴിവിനെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും ആളുകൾ സംസാരിക്കും. ഇതുവരെ നിങ്ങളെ അറിയാത്ത ആളുകളിലേക്ക് അത് നിങ്ങളെ എത്തിക്കും. നിങ്ങളെ അറിഞ്ഞതിനു ശേഷം അയ്യോ, ഇവരെ മുൻപേ കണ്ടുമുട്ടേണ്ടതായിരുന്നു എന്ന് അവർ പറയും. അഞ്ചാമത്തെ അത്ഭുതമായിരിക്കും നിങ്ങൾ പോലും കാര്യമായി എടുക്കാതിരുന്ന, ഉള്ളിലൊളിച്ചിരുന്ന ആ കഴിവ് ഉണരുന്നത്. വർഷങ്ങളായി നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന ശത്രുക്കളുടെ ഗൂഢാലോചനകളിൽ കുഴിച്ചുമൂടപ്പെട്ട ആ കഴിവ് ഇപ്പോൾ ഉണരും. അത് ഉണരുമ്പോൾ അത്രയും ശക്തിയോടെ ഉണരും, നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഈ ശക്തി എന്റെ ഉള്ളിൽ മുൻപേ ഉണ്ടായിരുന്നുവെന്നും ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടിത് തിരിച്ചറിഞ്ഞില്ല എന്നും നിങ്ങൾ ചിന്തിക്കും. ആറാമത്തെ അത്ഭുതമായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള പ്രതികൂല ഊർജ്ജം പൂർണ്ണമായും എന്നേക്കുമായി അവസാനിക്കുന്നത്. നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിരുന്നവർ, വഴിയിൽ മുള്ളുകൾ വിതറിയവർ, നിങ്ങളെക്കുറിച്ച് ചീത്ത പറഞ്ഞവർ, അവർ താനേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും. വെളിച്ചത്തിനു മുന്നിൽ ഇരുട്ടിനു നിൽക്കാൻ കഴിയില്ലാത്തതുപോലെ നിങ്ങളുടെ പുതിയ ഊർജ്ജത്തിനു മുന്നിൽ ആ നെഗറ്റീവ് ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല. അവർ സ്വയം അകന്നുപോയിക്കൊള്ളും. ഏഴാമത്തെയും ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും നിങ്ങളുടെ ആന്തരിക ശാന്തിയും ഉള്ളിലെ വിശ്വാസവും പൂർണ്ണമായി ഉണരുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ശരിയായ ഒഴുക്കിന്റെ ഭാഗമാണെന്ന് അത് നിങ്ങളോട് പറയും. ഈ ആന്തരിക ശാന്തി ഒരിക്കൽ ലഭിച്ചാൽ പിന്നീടൊരു ബാഹ്യ സാഹചര്യത്തിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല.
ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ ഉലക്കാൻ കഴിയില്ല, ഒരു വ്യക്തിക്കും നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഈ ഭാഗ്യത്തിന്റെ താക്കോലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഈ താക്കോൽ പുറത്തുനിന്നല്ല വന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വന്നത്. പ്രപഞ്ചം പുറത്തുനിന്നൊന്നും തന്നില്ല, മറിച്ച് നിങ്ങൾ പുറത്തു തിരഞ്ഞ ശക്തിയും കഴിവുകളും ഭാഗ്യവും എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. നിങ്ങളുടെ സങ്കടങ്ങളും പോരാട്ടങ്ങളും പരീക്ഷണങ്ങളും ആ താക്കോലിനെ മിനുക്കിയെടുക്കുകയായിരുന്നു. ഇന്നത് പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു. പ്രപഞ്ചം വളരെ ബുദ്ധിമാനും ദീർഘവീക്ഷതയുള്ളതുമായ ഒരു ശില്പിയാണ്. വിലമതിക്കാനാവാത്ത ഒരു പ്രതിമയുണ്ടാക്കുമ്പോൾ ആദ്യം ആ കല്ലിനെ വളരെ കഠിനമായ ഉളികൊണ്ട് കൊത്തിയെടുക്കും. ആ കല്ലിന് ഒത്തിരി വേദനിക്കും. എന്നാൽ പ്രതിമ പൂർത്തിയാകുമ്പോൾ അത് കാണുന്നവർ അത്ഭുതപ്പെട്ടുപോകും. നിങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. പ്രപഞ്ചം നിങ്ങളെ കൊത്തിമിനുക്കി ലോകം അത്ഭുതപ്പെടുന്ന ഒരു മികച്ച സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങളെ നോക്കി ചിരിച്ചവർ, നിങ്ങളെ ദുർബലരും കഴിവുകെട്ടവരുമായി കരുതിയവർ, നിങ്ങളുടെ തോൽവിയിൽ സന്തോഷിച്ചവർ, അവരൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലെ തീയതി കെടുത്തിക്കളയാതെ കാത്തത്. അവർ തന്ന അസൂയയും വേദനയുമാണ് നിങ്ങളെ വളർത്തിയത്. ആ ആളുകളില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും അധ്വാനിക്കില്ലായിരുന്നു, ഇത്രയും പോരാടില്ലായിരുന്നു, ഇത്രയും ശക്തനാവില്ലായിരുന്നു. അതിനാൽ അവരോട് ഹൃദയത്തിൽ വെറുപ്പുവെക്കരുത്, മറിച്ച് നിങ്ങളെ മിനുക്കിയെടുക്കാൻ പ്രപഞ്ചം ഉപയോഗിച്ച ഉപകരണങ്ങളായി അവരെ കാണുക. ഇനി ഈ താക്കോൽ ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തെക്കുറിച്ച് പറയാം. രാത്രിയിൽ ചന്ദ്രൻ ആകാശത്ത് പൂർണ്ണശോഭയോടെ തിളങ്ങുമ്പോൾ പ്രപഞ്ച ഊർജം ഏറ്റവും ശക്തിയുള്ളതായിരിക്കും. ആ സമയത്ത് ശാന്തമായ സ്ഥലത്തിരുന്ന് കണ്ണുകളടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ നെഞ്ചിൽ ഒരു ചെറിയ ചൂട് അനുഭവപ്പെടും. ആ ചൂട് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ താക്കോൽ കൂടുതൽ വേഗത്തിൽ തിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച ഊർജത്തിന്റെ സ്പർശനമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ പോകുന്ന പുതിയ ആളുകൾ പഴയ ആളുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായിരിക്കും. അവർ നിങ്ങളോട് വിശ്വസ്തത പുലർത്തും, നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കും, സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കൂടെ നിൽക്കും. പഴയതും വിഷമയവുമായ ബന്ധങ്ങളെ മാറ്റി നിർത്തി പ്രപഞ്ചം തങ്കം പോലെ പരിശുദ്ധമായ പുതിയ ബന്ധങ്ങളെ അയക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് സ്വയം അകന്നുപോകുന്ന ആളുകളെ ഓർത്ത് വിഷമിക്കരുത്. വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്കായി ആ ഒഴിവുസ്ഥലത്തെ സ്വാഗതം ചെയ്യുക. ഈ ദിവ്യ താക്കോലിന്റെ ശക്തി 1000 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രഹസ്യവഴി ഞാൻ പറഞ്ഞുതരാം. നാളെ മുതൽ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ 5 മിനിറ്റ് വെളിച്ചം വരുന്ന ജനലിനടുത്ത് ജാഗര നിൽക്കുക. കണ്ണുകളടച്ച് പറയുക, ഈ പ്രഭാത വെളിച്ചം എന്റെ ഭാഗ്യത്തിന്റെ പൂട്ട് തുറക്കുന്ന പ്രപഞ്ചത്തിന്റെ താക്കോലാണ്. ഞാനിതിന് നന്ദിയുള്ളവനാണ്. ഈ 5 മിനിറ്റ് പരിശീലനം നിങ്ങളുടെ ദിവസത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും. പ്രിയപ്പെട്ടവനെ, താക്കോൽ ലഭിച്ചതിനുശേഷം ചിലർ വരുത്തുന്ന തെറ്റാണ് മടിയും അഹങ്കാരവും. പ്രപഞ്ചം കൂടെയുള്ളതുകൊണ്ട് ഇനി ഒന്നും ചെയ്യേണ്ടതില്ല എന്നവർ കരുതും. എന്നാൽ പ്രപഞ്ചം അധ്വാനിക്കുന്നവരുടെ കൂടെയാണ് നിൽക്കുക. ഈ താക്കോൽ വാതിലുകൾ തുറന്നുതരും, എന്നാൽ അതിലൂടെ അകത്തേക്ക് നടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അവസരങ്ങൾ പ്രപഞ്ചം തരും, എന്നാൽ അത് തിരിച്ചറിയാനും പിടിച്ചെടുക്കാനും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റിൽ എഴുതുക, പ്രപഞ്ചത്തിന്റെ താക്കോൽ എന്റെ അടുത്തെത്തിയിരിക്കുന്നു, എന്റെ ഭാഗ്യത്തിന്റെ പൂട്ട് ഇന്ന് തകരുകയാണ്. നിങ്ങൾ സാധാരണ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ചിന്ത വരും. അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റും. ആ ചിന്ത വന്ന ഉടൻ അതെവിടെയെങ്കിലും കുറിച്ചുവെക്കുക. ഉടൻ പ്രവർത്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പൂട്ട് പൂർണ്ണമായി തുറന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമായിരിക്കും അത്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെ വിലമതിക്കാനാവാത്ത സൃഷ്ടിയാണ്. നിങ്ങളുടെ വിരലടയാളവും ശബ്ദവും ചിന്തയും ലോകത്ത് മറ്റാർക്കുമില്ല. അത്രയും അപൂർവമായി നിങ്ങളെ സൃഷ്ടിച്ച പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഭാഗ്യവും അത്രയും അപൂർവമായിരിക്കും. ഭാഗ്യത്തിന്റെ പൂട്ട് തകർന്നതിനുശേഷം ഓർക്കേണ്ട 3 കാര്യങ്ങൾ. 1. വിനയം, എത്ര ഉയർന്നാലും തലകുനിക്കുക. 2. കൃതജ്ഞത, എല്ലാ ചെറിയ സന്തോഷങ്ങൾക്കും നന്ദി പറയുക. 3. സേവനം, നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്കും നൽകുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ സന്ദേശം എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നതെന്ന്. ഇത് യാദൃശ്ചികമല്ല. പ്രപഞ്ചം നിങ്ങളുടെ ആത്മാവിനെ ഇതിലേക്ക് നയിച്ചതാണ്. ആരെങ്കിലും നിങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞാൽ നിങ്ങൾ പഴങ്ങളുള്ള ഒരു മരമായി മാറിയെന്നതിന്റെ അർത്ഥമാണത്. കല്ലുകൾ എപ്പോഴും പഴങ്ങളുള്ള മരങ്ങൾക്ക് നേരെ മാത്രമേ എറിയപ്പെടാറുള്ളൂ. പ്രതിസന്ധികൾ വരുമ്പോൾ പറയേണ്ട മന്ത്രം: പ്രപഞ്ചത്തിന്റെ താക്കോൽ എന്റെ പക്കലുണ്ട്, എന്റെ ഭാഗ്യത്തിന്റെ പൂട്ട് തകർന്നു കഴിഞ്ഞു, ഇനി ഒരു ശക്തിക്കും എന്നെ തടയാൻ കഴിയില്ല. ഭാഗ്യത്തിന്റെ പൂട്ട് പൂർണ്ണമായി തകർന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ
പഴയ സങ്കടങ്ങളെ ഓർത്ത് നിങ്ങളുടെ കണ്ണുകൾ നിറയും. എന്നാൽ അത് സങ്കടത്തിന്റെ കണ്ണീരാവില്ല, മറിച്ച് നന്ദിയുടെ കണ്ണീരായിരിക്കും. ഈ പവിത്രമായ ദിനത്തിലെ അനുഗ്രഹങ്ങൾ വെറുതെ കളയരുത്. ഓരോ ദിവസവും പുതിയ തുടക്കമായി കാണുക. ഈ സന്ദേശം നിങ്ങളുടെ മുന്നിലെത്തിയ ആ നിമിഷം ഓർക്കുക. അത് നിങ്ങളെ എപ്പോഴും ശക്തനായി നിലനിർത്തും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ലതും ചീത്തയുമായ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിക്കാനുള്ള പ്രപഞ്ചത്തിന്റെ പദ്ധതികളുടെ ഭാഗമായിരുന്നു.